കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരിലെ താമരക്കണ്ണൻ നമ്മളിപ്പോൾ എപ്പോഴും തൊഴുന്നത് അകത്തുള്ള, അതായത് നാലമ്പലത്തിനകത്തുള്ള താമരക്കണ്ണനെയാണ്. ആദ്യം അമ്പലത്തിൻ്റെ കിഴക്ക് തെക്കായിട്ടുള്ള ഭാഗത്തായിരുന്നു. ഇപ്പോൾ അതിനെ മാറ്റി സ്ഥാപിച്ചതൊക്കെ അറിയാലോ. ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഓവിൻ്റെ അവിടെ ആണ്. പക്ഷേ ഇപ്പോൾ താമരക്കണ്ണൻ പുറത്തും വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അതെവിടെയെന്ന് വെച്ചാൽ നമ്മൾ തെക്കേ നടയിൽ, അതായത് ഇപ്പോൾ കൂവളത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ചുകൂടി കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ ആ ചുവരിലെ താമരക്കണ്ണൻ, അതായത് ക്ഷേത്രത്തിനകത്ത് ഉള്ള അതേ താമരക്കണ്ണൻ്റെ കുറച്ച് വലിയ ചിത്രത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ കൽപ്പവൃക്ഷത്തിൽ നിന്ന് എന്താ പറയുക, രത്നങ്ങളൊക്കെ പൊഴിയുന്ന പോലെ ഉണ്ണിയുടെ കയ്യിൽ വെണ്ണയും, അതുപോലെ വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ വെണ്ണപ്പാത്രമായിട്ട് താമരയിലിരിക്കുന്ന ആ വെണ്ണക്കണ്ണൻ തന്നെയാണ് അകത്തുള്ളത്. അതുപോലെ തന്നെ അത് പുറത്തും ആയിട്ടുണ്ട്. അപ്പോൾ അത് വരച്ചത് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു, താമരക്കണ്ണൻ വേറെ ഉണ്ടല്ലോ. ഇനി ഇവിടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊഴുന്ന ഹനുമാൻ്റെ, നാലമ്പലത്തിൽ തൊഴുന്ന ഹനുമാൻ്റെ ചോടയുണ്ട് ഒരു താമരക്കണ്ണൻ, ആ ശില്പത്തിൻ്റെ ചോട. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇനി അകത്ത് പോവാതെ തന്നെ താമരക്കണ്ണനെ കാണാനുള്ള ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് പറയുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശരിക്കും ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന് മുന്നിലേട്ടോ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.